നമസ്കാരം. ഇന്നത്തെ മുഖ്യ വാർത്തകൾ. കള്ളത്തിയായ കല്യാണ പെണ്ണെ വീണ്ടും തെറ്റ് ചെയ്തു. ഈ പ്രാവശ്യം വീട്ടിലുള്ള സകല സ്വർണവും പൈസയും അവൾ അടിച്ചു മാറ്റി. പക്ഷേ ഈ കള്ളത്തിയുടെ കള്ളക്കളി ഏതുവരെ പോകും നമുക്ക് നോക്കാം. അതുകൊണ്ട് ഈ കേസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ഓഫീസറാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഇൻസ്പെക്ടർ ഭവാനി, വരൂ, നിങ്ങളടുത്ത് സംസാരിക്കാം. ഇൻസ്പെക്ടർ ഭവാനി, ആ കള്ളത്തി കല്യാണ പെണ്ണെ എപ്പോ കണ്ടുപിടിക്കും? ഇനി കുറച്ചു ദിവസത്തിനുള്ളിൽ ആ മോഷണം നടത്തുന്ന പെണ്ണിനെ ഞാൻ ഉടൻ പിടികൂടിയിരിക്കും. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് മുകേഷിനും സിമിക്കും കല്യാണമായിരുന്നു. എല്ലാരും കല്യാണത്തിൽ വളരെ സന്തോഷത്തോടെ ഉണ്ടായിരുന്നു. എല്ലാരും ആടിക്കൊണ്ടും പാടിക്കൊണ്ടും ഇരിക്കുമ്പോൾ ആ സമയത്ത് അവിടെ ഒരു പോലീസ് ജീപ്പും എത്തി. ആ ജീപ്പിന് പുറത്താണ് ഇൻസ്പെക്ടർ ഭവാനിയും വന്നത്. അവര് കൂടെ പ്രതാപും ഉണ്ടായിരുന്നു. മാഡം, ഇവിടെയാണ് ഉള്ളത് എന്റെ അടുത്തുനിന്ന് കട്ടുണ്ടായ പെണ്ണ്. ഇവിടെയാണ് ആ കവിത ഉണ്ടാവുക. അവളാണ് എന്റെ അടുത്തുള്ള പൈസയും സ്വർണ്ണയൊക്കെ എല്ലാം അടിച്ചു മാറ്റിയത് മാഡം. ഇൻസ്പെക്ടർ ഭവാനി ഷിമ്മേന്റെ തലയ്ക്ക് നേരെ തോക്ക് നീട്ടി വെച്ചു. അങ്ങനെ നിന്നെ ഞാൻ പിടികൂടി. നിന്റെ എല്ലാ കളിയും അവസാനിച്ചു. മാഡം, പക്ഷെ ഞാൻ ഇവിടെ കല്യാണം കഴിക്കാൻ പോകുന്ന എന്റെ പെണ്ണാണ്. നീ രക്ഷപ്പെട്ടെന്ന് കരുതിക്കോ. നല്ല സമയം, നിന്റെ കല്യാണം കഴിഞ്ഞില്ലല്ലോ. ഇല്ലെങ്കിൽ നീയും ഇവനെ പോലെ വന്ന് അപേക്ഷിക്കേണ്ടി വന്നേനെ എന്റെ അടുത്ത്. ഇവൾ നിന്നെ നല്ലോണം പറ്റിച്ചേനെ. കള്ളപ്പെണ്ണോ? നിന്റെ നല്ല സമയമായതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. ഞാനും ശരിയായ സമയത്തിൽ ഇവിടെ എത്തിച്ചേർന്നു. ഇൻസ്പെക്ടർ ഭവാനി ഷിമിയും പിന്നെ അവളുടെ അടിയാളും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. കാണാൻ നീ വളരെ സുന്ദരിയാണല്ലോ. ഈ സൗന്ദര്യം വെച്ചിട്ടാണല്ലേ നീ ഇത്രയും ആണുങ്ങളെ പറ്റിച്ചത്. നീ ഇപ്പോൾ സത്യം പറയുന്നു, അല്ലെങ്കിൽ ഞാൻ പറയിപ്പിക്കണോ? പറയൂ, നീ എങ്ങനെയാണ് പ്രതാപിനെ പറ്റിച്ചത്? ഞാൻ പറയാം. ഞങ്ങള് പ്രതാപിന്റെ ഗ്രാമത്തിൽ താമസിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ പണക്കാരുടെയും ലിസ്റ്റ് ഞങ്ങൾ എടുത്തു. ആ ലിസ്റ്റിൽ നിന്ന് ഞങ്ങൾ പ്രതാപിനെ സെലക്ട് ചെയ്തു. എന്തിന് പ്രതാപിന്? എന്തെന്നാൽ അവൻ പേടിത്തൊണ്ടനായിരുന്നു. ഭംഗിയുള്ള പെണ്ണിനെ കണ്ടാൽ അവൻ പെട്ടെന്ന് വീഴുമായിരുന്നു. പിന്നെ പിന്നെ ഞങ്ങൾ പ്രതാപിനെ കണ്ടു. ഞാൻ എന്തെല്ലാം പ്ലാൻ ചെയ്തോ അതുപോലെ പ്രതാപ് എന്റെ വലയിൽ വീണു. അവൻ എന്റെ പുറകെ വന്നോണ്ടിരുന്നു. അത് തന്നെയായിരുന്നു എന്റെ പ്ലാനും. നീ ഭയങ്കര മിടുക്കിയാണല്ലോ. ശരി, അതിനുശേഷം എന്താണ് ഉണ്ടായത് പറയൂ. അതിനുശേഷം അവൻ എന്നെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് കണ്ടു. എന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ പതിയെ അവൻ എന്റെ വലയിൽ വീണു. അതിനുശേഷം എന്തുണ്ടായേ? പിന്നെ ഒരു ദിവസം. കവിത, നീ എന്നെ കല്യാണം ചെയ്യില്ലേ? പക്ഷേ. പിന്നെന്ത്? ഞാൻ മുൻപേ പറഞ്ഞിട്ടില്ലേ എന്റെ അച്ഛൻ കോപക്കാരനാണെന്ന്. അവരീ കല്യാണത്തിന് സമ്മതിക്കില്ല. ഒരുപക്ഷെ ഞാൻ എന്റെ കുടുംബത്തോടെ ചേർന്ന് നിന്നെ പെണ്ണ് ചോദിച്ചാ വന്നല്ലോ. അതിനുശേഷം നമുക്ക് രണ്ടുപേർക്ക് കാണാൻ പോലും പറ്റില്ല. പിന്നെ നമ്മൾ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക? ഒരേ ഒരു വഴിയാണുള്ളത്. നമുക്ക് രണ്ടുപേർക്കും ഒളിച്ചോടി പോയി കല്യാണം കഴിക്കാം. കുറെ നാൾ കഴിയുമ്പോൾ എന്റെ അച്ഛൻ സമ്മതിക്കും. ഇതും ശരിയാണ്. പിന്നെ ഞങ്ങൾ ഒരു ക്ഷേത്രത്തിൽ പോയി കല്യാണം കഴിച്ചു. പാവം പ്രതാപ് ഒരുപാട് സന്തോഷിച്ചു. എന്തെന്നാൽ എന്റെ അച്ഛനെ സമാധാനിപ്പിക്കാന്ന് അവൻ കരുതി. കല്യാണ ദിവസത്തിന് തലേന്ന് ഞാൻ എല്ലാവർക്കും ഉറങ്ങാനുള്ള മരുന്ന് കൊടുത്തു. അതിനുശേഷം വീട്ടിലുള്ള എല്ലാ വിലപിടിച്ച സാധനങ്ങളും എടുത്തിട്ട് ഞാൻ ഒളിച്ചോടി. നിന്നെ കണ്ടാൽ വലിയ വീട്ടിലെ പെണ്ണാണെന്നാണ് തോന്നുന്നത്. മേഡം, എന്നെ പറ്റി എന്ത് വേണേലും പറഞ്ഞോളൂ. പക്ഷെ എന്നോട് എന്റെ കുടുംബത്തിനെ പറ്റി ചോദിക്കരുത്. വാ കുടുംബത്തെ പറ്റി ചോദിച്ചാൽ നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? നിനക്ക് നിന്റെ ശരിയായ പേര് പോലും ഓർമ്മയുണ്ടോ? കള്ളിപ്പെണ്ണേ. എന്റെ ശരിക്കുള്ള പേര് ശ്രുതി എന്നാണ്. ഞാൻ അന്തസ്സുള്ള കുടുംബത്തിലെ പെണ്ണാണ്. എന്റെ അച്ഛനും അമ്മയും ദരിദ്രരായിരുന്നു. എനിക്ക് അവരെ ഒരുപാട് ഇഷ്ടമാണ്. അവരെന്റെ കല്യാണത്തിന് വേണ്ടി ഏർപ്പാട് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയാണോ? അപ്പൊ അന്നു മുതലാണ് നീ ഈ മോഷണം ആരംഭിച്ചത്? ഇല്ല, എന്റെ കല്യാണത്തിന് വേണ്ടി എന്റെ അച്ഛന് ആ വയല് വിൽക്കേണ്ടി വന്നു. എന്റെ വീട്ടിൽ എല്ലാവർക്കും സന്തോഷമായിരുന്നു. പക്ഷെ കല്യാണത്തിന്റെ ഒരു ദിവസം മുൻപ് വരൻ വീണ്ടും സ്ത്രീധനം ആവശ്യപ്പെട്ടു. അങ്ങനെ സന്തോഷിച്ചിരുന്ന ഞങ്ങൾ എല്ലാവരും വീണ്ടും ദുഃഖത്തിലായി. മോളെ, നീ ഒന്നിനും പേടിക്കണ്ട. നിന്റെ കല്യാണം തീർച്ചയായിട്ടും നടക്കും. പക്ഷെ എന്റെ അച്ഛന് പണം ശേഖരിക്കാൻ കഴിഞ്ഞില്ല. ആ വിഷമത്തിൽ എന്റെ അച്ഛൻ വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്തു. അന്നു മുതൽ നല്ലവളായിരുന്ന ശ്രുതി മോഷണം ചെയ്യുന്ന തൊഴിൽ ആരംഭിച്ചു. അപ്പോൾ നീ പ്രതികാരം ചെയ്യുവാണോ? അയാളോടുള്ള ദേഷ്യം കൊണ്ട് നീ എന്തിനാ മറ്റുള്ളവരെല്ലാവരെയും പറ്റിക്കുന്നത്? നിങ്ങൾക്ക് അവരോടാണ് സഹതാപം തോന്നുന്നത്, എന്നോട് തോന്നുന്നില്ലേ? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? പണമില്ലാത്തത് കൊണ്ടല്ലേ എന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തത്? അത് നിങ്ങൾ കണ്ടില്ലേ? ശ്രുതി, നിന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ശരിയല്ലല്ലോ. പക്ഷെ ഇതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്തെന്നാൽ ഞാൻ മൂലം നിറയെ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഞാൻ ഈ മോഷ്ടിക്കുന്ന പണം കൊണ്ട് പെൺകുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ കല്യാണം കഴിപ്പിച്ചു വിടുന്നുണ്ട്. അപ്പൊ നീ ചെയ്യുന്നത് നല്ലതാണെന്നാണോ പറയുന്നത്? ഒരാളുടെ അടുത്തുനിന്ന് മോഷ്ടിച്ച് മറ്റൊരാൾക്ക് ദാനം ചെയ്യുന്നു നീ? നിങ്ങൾ എന്ത് വേണമെങ്കിലും ധരിച്ചോളൂ. പക്ഷെ ഞാൻ ചെയ്യുന്നത്
എനിക്കെല്ലാം ശരിയായിട്ടാ തോന്നുന്നത്. ഇതോടെ നിന്റെ കളിയെല്ലാം അവസാനിച്ചു. മാഡം, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാനൊന്നും ചെറിയൊരു കഥയല്ല. എന്റെ പിന്നിൽ ഒരുപാട് വലിയ കഥകളുണ്ട്. ഈ കഥകളെല്ലാം അറിയാൻ നിങ്ങൾക്ക് ഒരുപാട് സമയം വേണ്ടിവരും. നീ എന്താ പറയുന്നത്? ശ്രുതി ഭയങ്കര ഒച്ചത്തോടെ ചിരിക്കാൻ തുടങ്ങി. സ്റ്റേഷൻ മൊത്തം മുഴുവനും പുകമണ്ഡലമായിരുന്നു. ഭവാനി ശ്രുതിനെ തേടാൻ തുടങ്ങി. ശ്രുതി, ശ്രുതി! പുകയൊക്കെ മറഞ്ഞതിന് ശേഷമാണ് ശ്രുതിയും അവിടെ ഇല്ല. അവന്റെ കൂടെ വന്ന അടിയാളും അവിടെ ഇല്ല. ഓ മൈ ഗോഡ്, അവൾ ഓടിപ്പോയോ? ശ്രുതി പുകയും ഇട്ടിട്ട് അവിടുന്ന് മറഞ്ഞും പോയി. ഇൻസ്പെക്ടർ ഭവാനി വല്ലാതെ ദേഷ്യത്തിലായിരുന്നു. ഇൻസ്പെക്ടർ ഭവാനി, ഇത് വിചാരിച്ച് നിങ്ങൾ നാണക്കെടണം. ഈ കള്ളത്തിയായ കള്ളപ്പെണ്ണിനെ നിങ്ങൾ സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ തെറ്റാണ്. ഇതിന് മൊത്തം പോലീസ് ഡിപ്പാർട്ട്മെന്റും നാണക്കെടേണ്ടതാണ്. ഇവിടെ ശ്രുതി ആശ്രമത്തിൽ സേവ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ അടുത്ത വേട്ടയ്ക്കും അവൾ തയ്യാറായി. നമ്മൾക്കിതെല്ലാം പെട്ടെന്ന് നിർത്തണം. എന്തെന്നാൽ പോലീസ് നിന്നെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്രുതി. അതിനെന്താ ഇപ്പോൾ? ഞാനിതെല്ലാം എനിക്ക് വേണ്ടി മാത്രല്ല, മറ്റുള്ളവർക്ക് കൂടിയല്ലേ ചെയ്യുന്നത്. പോലീസ് എന്നെ പിടിക്കുമ്പോ പിടിക്കട്ടെ. അതുവരേക്കും എനിക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ഞാൻ ചെയ്തു തീർക്കും. ശരി. ആ കള്ളത്തിയായ കള്ളപ്പെണ്ണിന് അടുത്ത ഒരു ഇരയും കിട്ടിക്കഴിഞ്ഞു. അവനെയും അവളുടെ വലയിലേക്ക് അവനെ വളച്ചു കഴിഞ്ഞു. ശ്രുതി ചെയ്യുന്ന കാര്യം വേണമെങ്കിൽ തെറ്റായിരിക്കാം, പക്ഷെ അവളുടെ ഉദ്ദേശം വളരെ ശരിയാണ്. അവൾ പാവപ്പെട്ട ജനങ്ങളെ രക്ഷിക്കണമെന്ന് തോന്നി. അന്ന് ശ്രുതിന്റെ അടുത്ത് ഇതുപോലെ വരദക്ഷിണ ചോദിച്ചത് കൊണ്ടാണ് ശ്രുതി ഇങ്ങനെ ചെയ്യാനും തുടങ്ങിയത്. ശ്രുതി ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് വേറെ ഏതൊരു പെണ്ണും ഇതുപോലെ ചെയ്യാതെ ഇരിക്കുന്നത്.